ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ്. പുതിയ രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കനൊക്കെ അതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണല്ലേ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് വഴറ്റാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ 1-2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് ബോൺലെസ് ചിക്കൻ കുക്ക് ചെയ്തെടുത്താണ്. 1/2 കപ്പ് ഉണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒഴിക്കേണ്ടത് 1 കപ്പ് ഇഡ്ഡലി ബാറ്ററാണ്. ഒത്തിരി പുളിച്ച ബാറ്റർ ഇതിലേക്ക് എടുക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നങ്ങ് തണുത്ത ശേഷം, ചൂടൊന്ന് വിട്ട ശേഷം നമുക്കിങ്ങനെ ഇത് നടത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.